Abagile.
Patti
കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരളത്തിന്റെ തീരദേശം പ്രതിഷേധം കൊണ്ട് സംഘർഷബദ്ധമായി മാറുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവന മാർഗം ഈ കടലമ്മയാണ്. ഈ കടലമ്മയുടെ വിരുമാറിൽ പണിയെടുത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കനിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, പ്രകൃതിയുടെ എല്ലാ സൂചനകളും എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതും രൂപപ്പെടുന്നതും ഈ അറേബ്യൻ കടലിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കടലിനെയും കടൽ സമ്പത്തിനെയും കടൽ പരിസ്ഥിതിയെയും അവിടെ ആവാസ മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കളക്ടറേറ്റ് വഴിക്കല് 80കളിൽ നടന്ന ചരിത്രപരമായ സമരമുണ്ട്. KK വേലായുധനും PT മുഹമ്മദ് ബഷീറും സിസ്റ്റർ ആലിസ് ലൂക്കോസും ഒക്കെ 20 ദിവസത്തോളം ഈ കളക്ടറേറ്റ് വഴിക്കൽ നിരാഹാരം കിടന്ന് ചരിത്രപരമായ സമരം കുറിച്ച് ട്രോളിംഗ് നിരോധനം നേടിയെടുത്ത ഒരു മണ്ണാണ് ഇവിടെ. ആ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കേരളത്തിന്റെ മീൻപിടുത്ത സമൂഹത്തിന്റെ നിങ്ങൾ വിളിച്ച കേരള സൈന്യത്തിന്റെ ഒരു ചെറിയ പ്രതിഷേധമാണ്. ഞങ്ങൾ ഇന്ന് പണിക്ക് പോയിട്ടില്ല. ഞങ്ങൾക്ക് പണിക്ക് പോയാൽ ഒന്നും കിട്ടാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങള്, സെപ്റ്റംബർ മാസങ്ങളൊക്കെയാണ് ഞങ്ങളുടെ 6 മാസത്തെ പറഞ്ഞു തീർക്കുന്ന 6 മാസത്തെ സീസൺ കാലയളവ്. ആ കാലയളവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഭാര്യയുടെ കെട്ടുതാലിയും കുഞ്ഞുങ്ങളുടെ കുട്ടിക്കമ്മലുമൊക്കെ പണയം വെച്ചാണ് ഞങ്ങളുടെ തൊഴിലുപകരണങ്ങള് ഉണ്ടാക്കിക്കൊണ്ട് കടലമ്പുഴ വിരുമാറില് പണിക്ക് പോകുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ മൂലം, ഫിഷറീസ് മന്ത്രിയുടെ അനാസ്ഥ മൂലം ഈ കേരളത്തിന്റെ തീരക്കടൽ മുതൽ ആഴക്കടലും മുഴുവൻ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ട്രോളിംഗ് ബോട്ടുകളുടെ മറവിൽ, വ്യവസായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകളുടെ മറവില് പെലാജിക് എന്ന് പറയുന്ന പുതിയൊരു മത്സ്യബന്ധന രീതി കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവലംബിക്കുകയാണ്. നമുക്കറിയാം, ട്രോളിംഗ് മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ട് മാത്രമാണ് അവര് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. അവരെന്ത് ചെയ്തു ഇപ്പോഴേ? അതായത് ട്രോളിംഗ് മത്സ്യബന്ധനം മൂലം ലോകത്തൊരിടത്ത് സാധനമില്ല. ഈ മത്സ്യബന്ധനം മൂലം അവർക്ക് തന്നെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴ് അവര് കടലിന്റെ അടിത്തട്ടും ഇടത്തട്ടും മേൽത്തട്ടും ഒരേ സമയം ഗിയർ ചേഞ്ചിങ്ങിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വലകൾ ഉപയോഗിച്ച് അവർ മത്സ്യബന്ധനം നടത്തുകയാണ്. പെലാജിക് മത്സ്യം എന്ന് പറഞ്ഞാൽ, അതായത് ഉപരിതല മത്സ്യബന്ധനം ഇവിടുത്തെ പരമ്പരാഗത മേഖലയുടെ അവകാശമായിരുന്നു. ആ മത്സ്യസമ്പത്ത് പരമ്പരാഗത മേഖലയുടെ മത്സ്യസമ്പത്തായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഏതാണ്ട് അതിന് വംശനാശം നടത്തിവെക്കത്തക്ക രീതിയില് ഇവർ നടത്തിയ അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലമാണ് പ്രിയമുള്ളവരെ ചെറിയ പ്രതിഷേധങ്ങൾ കൊണ്ട് കേരളത്തിന്റെ തീരം മുഴുവൻ മത്സ്യത്തൊഴിലാളികൾ ഇതുപോലെ തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി കേരള കമ്മിറ്റി റിപ്പോർട്ടിന്റെ പറയുകയാണ്, കഴിഞ്ഞ 5-6 വർഷമായി, കഴിഞ്ഞ വർഷം നമ്മള് 5ഓളം ബോട്ടുകളെ പിടിച്ചു കെട്ടി പ്രതിഷേധം അറിയിച്ചു. താൽക്കാലികമായ നടപടികളുണ്ടായി. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ തീരത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തന്നെ നമ്മള് 12ഓളം പെലാജിക് ബോട്ടുകളെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലാഭ കച്ചവടമാണ്. KMFR ആക്ട് പ്രകാരം ഒരു ബോട്ടിന് പരമാവധി ഫൈൻ, അശാസ്ത്രീയ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടാൽ പരമാവധി ഫൈൻ 2.5 ലക്ഷം രൂപയാണ്. അപ്പൊ 10 ബോട്ടിന് എത്ര ലക്ഷം ഡിപ്പാർട്ട്മെന്റിന് കിട്ടി? അവര് പിടിക്കുന്നില്ല. നമ്മുടെ അടുക്കെന്ന് നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ക്ഷേമനിധി വീതം വർദ്ധിപ്പിച്ചു.
1984 ക്ഷേമനിധി രൂപീകരിക്കുമ്പോൾ 15 രൂപയായിരുന്നു. ആ 15 രൂപ 2024 വന്നപ്പോൾ 100 രൂപയായിരുന്നു. പ്രിയമുള്ളവര്, 2024 25 പോകുമ്പോൾ 200 ഒറ്റടിക്ക് വർദ്ധിപ്പിച്ചു. 200 ഒറ്റടിക്ക് വർദ്ധിച്ചപ്പോൾ 300 നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമ്മാനമാണത്. പിന്നെന്താണ് നമ്മുടെ വള്ളങ്ങളുടെ ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, റോഡിൽ കൂടെ ഓടുന്ന വണ്ടിക്ക് എന്തൊക്കെ ഏർപ്പെടുത്താൻ പറ്റും, അത്തരം ചുങ്കങ്ങളെല്ലാം മത്സ്യബന്ധന മേഖലയുടെ പുറത്തും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഉത്പാദന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളല്ല. താങ്കൾ ഞങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം, ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകണം, കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കേൾക്കാൻ തയ്യാറാകണം. ഞാൻ ആ ഓഫീസിൽ കയറിയിട്ട് ഏതാണ്ട് 1 വർഷം തികയാൻ പോകുന്നു. പ്രിയമുള്ളവരെ, അതുവരെ എല്ലാ മാസത്തിലും ഇവിടെ മേഴ്സിക്കുട്ടിയും അടക്കമുള്ള നിരവധി മന്ത്രിമാരിരുന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഡെയിലി ആഴ്ചകൾ 2-3 പ്രാവശ്യം ഈ വിഷയം കയറാൻ ആ ഓഫീസിൽ ചെല്ലുന്നതാണ്. അവിടെ ചെന്നിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് നമ്മളെ കേൾക്കാൻ സമയമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിനകരൻ സാർ ഉൾപ്പെടെ ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളെ കേട്ടില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ട്രോളിംഗ് വിരോധ സമരസമിതി ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. അത്തരത്തിൽ നമ്മളെ കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരു മന്ത്രി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം മറ്റേ നമ്മുടെ ദേശീയ പതാക ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ 6 മാസം മാറി നിന്നല്ലോ. അന്ന് അബ്ദുൾ റഹ്മാനായിരുന്ന മന്ത്രി 6 മാസം. പക്ഷെ അദ്ദേഹം കേൾക്കാൻ തയ്യാറായി. മണ്ണെണ്ണ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് അദ്ദേഹം നമ്മളെ വിളിച്ചുകൂട്ടി, ഞങ്ങളെയൊക്കെ കേട്ടു. പക്ഷെ വീണ്ടും ഇദ്ദേഹം തന്നെ വന്നു, ആ നടപടി തുടർന്നില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ഷേമനിധി വർദ്ധിപ്പിച്ചു, ലൈസൻസ് ഫീ വർദ്ധിച്ചു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് വർദ്ധിപ്പിച്ചത്. അവിടെയാണ് ഇരുട്ടടി പോലെ ഈ പെലാജിക് ബോട്ടുകളുടെ ട്രോളിംഗ് മത്സ്യബന്ധനം. അതിനെ തടയുവാൻ കേരളത്തിലെ നിയമമുണ്ട്, നിരോധിച്ച വലയാണ്. ട്രോളിംഗ് ബോട്ടുകൾ പറയുന്നതാണ്, ഞങ്ങളെ 12 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് പിടിക്കുന്നതെന്ന്. അതായത് ഗുജറാത്തില് മദ്യം നിരോധിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ വിൽക്കുന്നതിന് എന്താണെന്ന് ഇത് പറ്റത്തില്ല. ഈ കേരളത്തിന്റെ തീരക്കടൽ ഉൾപ്പെടുന്ന ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ ഈ വലകൾ ഉപയോഗിക്കാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, അത് ഉപയോഗിച്ച് പിടിക്കുന്ന മീൻ വിൽക്കാൻ പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് നിയമം പറയുന്നുണ്ട്. അപ്പോഴ് എല്ലാ ഡിഡിമാരും വിചാരിച്ചാല് എല്ലാ ഡിഡിമാരുടെയും കീഴില് ഒരു AD ഉണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം. അവരാണ് ഈ ബോട്ട് കണ്ടെത്തുകയും പരിശോധിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യേണ്ടവര്. അവർക്കൊക്കെ വലിയ മീനുകള് യഥേഷ്ടം കിട്ടുന്നുണ്ട്. ആവശ്യമായ കാശ് അവർക്കൊക്കെ എത്തുന്നുണ്ട്. ആ കാശുകൾ മേലോട്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ അങ്ങാടിപ്പാട്ട്. അപ്പൊ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട നിയമപരമായ ഉത്തരവാദിത്വം ചെയ്യുവാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 52 പ്രകാരം അവന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടായാൽ അത് സംരക്ഷിക്കുവാനുള്ള G52 പ്രകാരമുള്ള ആർട്ടിക്കിൾ പ്രകാരം ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഈ തീരക്കടലില് അങ്ങനെ സമരചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തീരക്കടലിന്റെ വിരുമാറി നടന്നത് എന്താണെന്ന്. ഞാനിതിവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു ചരിത്രപരമായ സമരത്തിന് 1-ാം തീയതിക്ക് ശേഷം കേരളത്തിന്റെ തീരദേശം പോകാൻ പോവുകയാണ്. കഴിഞ്ഞ 26-ാം തീയതി തീരദേശ കോസ്റ്റൽ പോലീസിന്റെ ADGP പൂങ്കുയിൽ എറണാകുളത്ത് യോഗം വിളിച്ചിരുന്നു. പ്രിയമുള്ളവര്, നമ്മളെ കേട്ടു, മന്ത്രി കേട്ടില്ലെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥ തീരദേശത്തിന്റെ അവർക്ക് അധികാരം കുറവാണ് തീരദേശ പോലീസിന്. പക്ഷെ അവര് വിളിച്ചു, കാര്യം തീരദേശം സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ADGP വിളിച്ച യോഗത്തില് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. 1-ാം തീയതി മുതല് കർശനമായിട്ട് തീരദേശത്തെ ഹാർബറുകൾ കേന്ദ്രീകരിച്ചും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും വിശ്രാന്തികൾ കേന്ദ്രീകരിച്ചും ശക്തമായ പരിശോധന നടക്കും. ഇല്ലീഗലായിട്ട്, അതായത് നിയമവിരുദ്ധമായിട്ട് ആര് മത്സ്യബന്ധനം നടത്തിയാലും അത് കണ്ടെടുക്കുമെന്ന് ADGP പറഞ്ഞിട്ടുണ്ട്. അതുവരെ
ഞങ്ങൾ പരിശോധിക്കത്തില്ല. 1-ാം തീയതി വരെ നമ്മളിത് പരിശോധിക്കത്തില്ല. നമ്മൾ പരിശോധന നടത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയാൽ, നമുക്കറിയാം സൊമാലിയയിലെ സാഹചര്യം എന്താണ്. സൊമാലിയയിലെ കടൽ കൊള്ളക്കാരാണ്, അവിടുത്തെ മീൻപിടുത്തക്കാരാണ്. പ്രിയമുള്ളവര്, നമ്മുടെ മുന്നിൽ അവർ കടൽ കൊള്ളക്കാരാണ്. അവരെങ്ങനെ കടൽ കൊള്ളക്കാരായി? അവരെങ്ങനെയാ കടൽ കൊള്ളക്കാരായത്? അവിടെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലം ആ കടല് ഉപ്പുഭരണിയായപ്പോഴേ പൊറുതുമുട്ടിയ ജനവിഭാഗം ജീവിക്കാൻ വേണ്ടി അവർ കൊള്ളക്കാരായി മാറി. അങ്ങനെ കൊള്ളക്കാരാകാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്നവരെ നിയമം പിടിച്ചു കെട്ടുന്നില്ലെങ്കിൽ അത് ഞങ്ങള് അറബിക്കടലിലും അത് പിടിച്ചു കെട്ടിക്കുമെന്ന് പറയുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ പ്രതിഷേധം ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പമല്ല, ഇവിടെ നിൽക്കുന്ന കളക്ടർ ഉദ്യോഗസ്ഥന്മാരോടൊപ്പമല്ല. നമ്മുടെ പ്രതിഷേധത്തെ തടയാൻ ഇവിടെ ഒരു സംവിധാനത്തിനും പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാ സംവിധാനങ്ങളും നിശ്ചലമായപ്പോഴ് നെഞ്ചു പിരിച്ച് സജി ചെറിയാന്റെ നിലവിളി കെട്ടുപോയവരാണ് നമ്മൾ പോയവരാണ്. പക്ഷെ നമ്മുടെ നിലവിളി അവരാരും കേൾക്കുന്നില്ല. കേൾക്കണമെന്ന് പറയുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കരച്ചിൽ പറയുവാൻ ഞങ്ങൾ മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. ഇനി തെരുവിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളുടെ കുട്ടികളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവരായിരിക്കുമെന്ന് പറയാൻ കൂടി ഞാൻ ധരിപ്പിക്കുന്നില്ല. ഒത്തിരി പേര് പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ LED ലൈറ്റ് വെച്ചുള്ള മത്സ്യബന്ധനം നമ്മൾ തീർക്കുകയാണ്. അങ്ങനെ എന്തുമാത്രം നിരോധിത മത്സ്യബന്ധന രീതികളുണ്ട്. അതെല്ലാം മുതലാളിമാർ അവലംബിക്കുകയാണ്. അവർക്ക് കടലില്ലെങ്കിൽ അവർ ടൂറിസം മേഖലയിൽ കാശ് മുടക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ അവർ കാശ് മുടക്കും, അല്ലെങ്കിൽ സ്വർണ്ണക്കര മേഖലയിൽ അവർ കാശ് മുടക്കും. പക്ഷെ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് മറ്റു ജോലികളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബോട്ടമ്മയെ, ഞങ്ങളുടെ കടലമ്മയെ സംരക്ഷിക്കുവാനുള്ള ജീവിതപരമായ ബാധ്യത ഞങ്ങൾ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാ നിങ്ങൾ കണ്ടു, വല്ല പരസ്യങ്ങളൊന്നുമില്ലാതെയാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായിട്ട് ഞങ്ങൾക്കൊക്കെ എല്ലാം, ഞങ്ങളൊക്കെ രാഷ്ട്രീയമുള്ളവരാണ്. പക്ഷേ ഞങ്ങളൊരു മുദ്രാവാക്യത്തിന്റെ കീഴില്, ഒരു കൊടിയുടെ കീഴിലാണ് നിരന്നിരിക്കുന്നത്. ഞങ്ങള് ബോട്ടമ്മയെ സംരക്ഷിക്കാനാണ്. ആ സമരമുഖത്ത് ഞങ്ങളെ തടയാൻ ആർക്കുമാകില്ല. ഞങ്ങളെ തെരുവിലേക്ക് വിടരുത് എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അപേക്ഷിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് പ്രിയമുള്ളവരെ. ദേവി എന്ന് വർദ്ധിപ്പിച്ച എറണാകുളം ജില്ലയിൽ അവരടക്കത്തില്ല തീരുമാനിച്ചു. നമ്മൾ അടയ്ക്കരുത്. ഒരു തീരുമാനം വരാതെ വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസും നമ്മുടെ ക്ഷേമനിധി വിഹിതം അടയ്ക്കരുത്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണമെന്ന് കാണട്ടെ. ഒരു വള്ളത്തിനെ പിടിക്കാൻ പറ്റത്തില്ല. ഒരു വള്ളത്തിനെ പിടിച്ചാൽ ലൈസൻസ് മുടങ്ങി എന്ന പേരില്, കാലാവധി കഴിഞ്ഞതിന്റെ പേരില് ഒരു വള്ളത്തിനെ പിടിച്ചാൽ എല്ലാ വള്ളവും ഇവിടെ കെട്ടിടണം, എല്ലാ തൊഴിലാളികളും അങ്ങോട്ട് ചെല്ലണം. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള സമരത്തേക്ക് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചൂട് പോയിട്ട് തമ്പിട്ടില്ല, തണുപ്പ് പോയിട്ട് തമ്പിട്ടില്ല. നനക്കണ്ട. 600 രൂപ വണ്ടിക്കൂലി കൊടുക്കണം.